വെൽക്കം ടു ആർഎസ് ആസ്ട്രോ ടാരോട്ട്. പൈസസിന് വേണ്ടിയിട്ടുള്ള 1 വീക്ക് റീഡിംഗ് ആണ്. വളരെ അട്രാക്റ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള വ്യക്തിയാണ്. ഹെൽത്ത് പരമായിട്ട് വളരെ നല്ലൊരു സമയമാണിപ്പോൾ. ഫൈനാൻഷ്യലി ആയാലും ഹെൽത്ത് പരമായിട്ടായാലും എല്ലാ രീതിയിലും നല്ലൊരു പൊസിഷനിലിരിക്കുന്ന സമയം തന്നെയാണ് നിങ്ങൾ. എല്ലാ രീതിയിലും പൈസയുടെ കാര്യത്തിൽ വളരെ സ്റ്റക്കായിട്ട് കാണിക്കുന്നുണ്ട് ഈ തൽക്കാലത്തെ ഒരു സമയം. ആർക്കെങ്കിലും ആവശ്യങ്ങൾ ഉണ്ടെങ്കിൽ കൊടുക്കാൻ മടി കാണിക്കരുത്. ഈ ഒരു സിറ്റുവേഷനിൽ ആരെങ്കിലും ഫൈനാൻഷ്യൽ ഹെൽപ്പ് ചോദിക്കുവാണെങ്കിൽ കൊടുക്കാൻ മടി കാണിക്കരുത്. ദൈവം നിങ്ങൾക്ക് അറിഞ്ഞു തന്നിട്ടുണ്ട്. അതനുസരിച്ച് തന്നെ ആരെങ്കിലും അത്യാവശ്യമുള്ളവർ ചോദിച്ചാൽ കൈവിട്ട് സഹായിക്കാൻ മനസ്സ് കാണിക്കണം. നല്ല ഇമോഷണലി ഫുൾഫില്ലായിട്ടുള്ളൊരു സമയമാണ്. നല്ല കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളും വരുന്നുണ്ട്. അതേപോലെ നല്ല പുതിയൊരു ഓഫർ, ബിസിനസ് പരമായിട്ടുള്ള പുതിയ എന്തെങ്കിലും ഓഫർ ഉണ്ടെന്നുണ്ടെങ്കിൽ, എന്തെങ്കിലും സങ്കല്പം ഉണ്ടെങ്കിൽ അത് തുടക്കം കുറിക്കാൻ വിഷമിക്കരുത്. ഒട്ടും തന്നെ മടി കാണിക്കേണ്ട. കൂടുതൽ ഫ്യൂച്ചറിലേക്ക് നല്ല കാര്യങ്ങൾ ഉണ്ടാകാൻ ഈ ഓഫർ നിങ്ങൾ ഉപകരിക്കും. നല്ല കല്യാണാലോചനയായാലും നല്ല ആലോചനകൾ അതും വരാനും, അല്ലെങ്കിൽ വിദ്യാഭ്യാസം പ്രായമനുസരിച്ചിട്ടുള്ള എന്താണ് അടുത്ത സ്റ്റെപ്പ്, അത് എന്തായാലും നല്ലൊരു ഓഫർ അതിന് വരുന്നുണ്ട്. അത് സ്വീകരിക്കുക. അത് ജീവിതത്തിന് എല്ലാ രീതിയിലും നല്ല ഒരു ഫലമായിരിക്കും തരുന്നത്. ഇത് ഉടൻ തന്നെയുള്ളൊരു കാര്യമാണ്. വെച്ച് നീട്ടരുത്. പെട്ടെന്ന് തന്നെ എൻ്റെ തീരുമാനമെടുത്ത് പോസിറ്റീവായിട്ട് മുന്നോട്ട് നീങ്ങുക. മെഡിറ്റേഷൻ ചെയ്യണം. ഈശ്വരവിശ്വാസം എല്ലാത്തിലും നല്ലതാണ്. ഏത് ദൈവത്തെ വിശ്വസിച്ചാലും ആ ദൈവത്തിനെ പ്രെയർ ചെയ്തിട്ട് കാര്യങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കുക. ഒരു സോൾ കാർഡ് എടുത്തിട്ടുണ്ട്. സെലസ്റ്റിയൽ ഗൈഡൻസ്. ഭഗവാന്റെ ഭാഗത്തു നിന്നും നിങ്ങൾക്ക് ഗൈഡൻസ് എപ്പോഴുമുണ്ട്. നിങ്ങളോടൊപ്പം ദൈവമുണ്ട്. നിങ്ങൾ നല്ലൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ നല്ലൊരു മനസ്സിനുടമയാണ്. അതുകൊണ്ട് തന്നെ ദൈവം എപ്പോഴും നിങ്ങളോടൊപ്പം തന്നെയുണ്ട്. ആസ്ട്രോളജിക്കൽ ബുക്ക് വായിക്കുന്നതും അതിലൂടെ കൂടുതൽ അറിവ് നേടാൻ ശ്രമിക്കുന്നതൊക്കെ നിങ്ങൾക്ക് നല്ലതായിരിക്കും. ജീവിതത്തിൽ ഒരു ഒറക്കിൾ കാർഡ് പെട്ടെന്ന് എടുക്കാം. ഡോട്ട് സ്പിരിറ്റ്. അസ്ട്രോളജിക്കലി നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. മെൻ്റൽ സ്പിരിച്വലി കുറച്ച് പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ വായിക്കുകയും എടുക്കുകയും അറിവ് നേടുകയും ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ പീരീഡിൽ നല്ലതായിരിക്കും. മാനസികമായിട്ട് വളരെ നല്ലൊരു സമയമാണ്. മെൻ്റലി ശാന്തമായിട്ടുള്ള സമയമാണ്.